അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പുതിയൊരു യാത്രക്ക് തുടക്കമിടുകയാണ്. ആ സന്തോഷം നിങ്ങളെ കൂടി ചെറിയ രീതിയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുക. റമളാൻ മാസമാണ്, എല്ലാവരും ഇബാദത്ത് കഴിയേണ്ട ഒരു സമയമാണ് എന്നറിയാം. എന്നാലും ഈ റമളാനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള, എന്നാൽ ഈ സമയത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു യാത്ര ആയതുകൊണ്ട് മാത്രം പോകാൻ ആഗ്രഹിച്ചതാണ്. പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചതേ ഉള്ളൂ. എങ്ങോട്ടാണ് എന്നുള്ളത് പറയാം. അതിനു മുന്നേ റമളാനിൽ നമ്മളെപ്പോഴും ചൊല്ലേണ്ട അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ എന്നുള്ള ദിക്ർ നമുക്കൊരു 3 തവണ ഒരുമിച്ച് ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ ദിക്റിലായി നല്ല ഒരു വീഡിയോ കണ്ട് പൂർത്തിയാകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ആസ്വാദനം എന്നുള്ളൊരു വീഡിയോ എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പകർത്തി നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാനും, നാളേക്ക് നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ നമുക്ക് ഉപകാരമുള്ള പഠനാർഹമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോയിലൂടെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 3 തവണ നമുക്ക് ഒരുമിച്ച് ചെല്ലാം. നിങ്ങളെല്ലാവരും കൂടെ ചെല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മുടെ യാത്ര, നമ്മൾ പോകുന്നത് കശ്മീരിലേക്കാണ്. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ കശ്മീരിലേക്ക് പോകുന്നത്. അതിന് ഇതുവരെ പോകാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എനിക്ക് തണുപ്പ് അങ്ങനെ സഹിക്കാൻ കഴിയില്ല. അപ്പോൾ കശ്മീരിൽ നമ്മളിപ്പോൾ എവിടെ പോകുമ്പോഴും അവിടെ മുമ്പ് പോയവരോ അത് എക്സ്പീരിയൻസ് ചെയ്തവരോട് നമ്മൾ പൊതുവെ ചോദിക്കുമല്ലോ. പോയവരൊക്കെ പറഞ്ഞത് അവിടേക്ക് പോകല്ല എന്നാണ്. കാരണം അത്രമാത്രം തണുപ്പ്, ഒരാൾക്കും സഹിക്കാൻ പറ്റാത്തത്രയും തണുപ്പാണ് കശ്മീരിൽ എന്നാണ് പൊതുവെ അനുഭവപ്പെടുക. അവിടെ അതിൻ്റെ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ചിലർക്ക് തീരെ സഹിക്കാൻ കഴിയില്ല. എനിക്ക് പൊതുവെ നല്ല ശക്തമായ തണുപ്പുള്ള സമയത്ത് ഊട്ടിയിൽ പോയാൽ പോലും എനിക്ക് ഭയങ്കര അസഹനീയമായ വേദനകളാണ് ഉണ്ടാകാറ്. നമുക്ക് പൊതുവെ റമളാൻ അല്ലാത്ത സമയത്ത് യാത്രകൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ കണ്ടെത്തിയിട്ട്. അപ്പോൾ റമളാനിൽ നമുക്ക് അവിടെ അവരുടെ തന്നെ കെയർ ഓഫിൽ നല്ല ടീം നമുക്ക് ഇബാദത്ത് ചെയ്യാനും നമുക്ക് അവിടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വല്ലാത്ത വിശ്വാസത്തിലാണ് നമ്മളങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയിരിക്കുന്നത് കാസർഗോഡേക്കാണ്. മംഗലാപുരത്ത് നിന്ന് നാളെ രാവിലെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മളെ തറാവീഹും നിസ്കാരങ്ങളൊക്കെ കൃത്യമായി കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിലാണ് നമ്മൾ ഇപ്പോൾ ളുഹർ കഴിഞ്ഞ ഉടനെ നമ്മൾ കാസർഗോഡ് കയറി. മഗ്‌രിബിൻ്റെ തൊട്ട് മുന്നേ ഇഫ്താറിന് നോമ്പ് തുറക്കാൻ നമ്മൾ കാസർഗോഡ് എത്തും ഇൻഷാ അല്ലാഹ്. എല്ലാവരും റമളാനിലെ നല്ല ദിനരാത്രങ്ങളിലെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫ്ലൈറ്റ് കയറിയിട്ട് കാണാം. അതിന് മുന്നേ നമ്മൾ ഇഫ്താറിന് പോകുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, ഒരുപാടായിട്ട് നമ്മളോട് നമ്മളെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റാണ്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. കാസർഗോഡിലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന നാടിൻ്റെ അടുത്തുള്ള ഹൊസങ്കടി എന്ന് പറയുന്ന നാട്, അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ എത്തിയിട്ട് അവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ചെറിയ രീതിയിൽ പരിചയപ്പെടുത്താൻ അടുത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് അവിടെ പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇഫ്താറിന് പോയി ശേഷം നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം. കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളെ സുഹൃത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുള്ളത്, നല്ല വിശാലമായ, എല്ലാവർക്കും വന്ന് സുഖമായിട്ട് നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാം. അതുപോലെ നമ്മളെ ഫാമിലികൾക്കൊക്കെ പ്രത്യേകം ഇവിടെ വന്ന് എല്ലാത്തിനുള്ള സൗകര്യവും പ്രയർ ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ അടിപൊളി സെറ്റപ്പ് നമുക്കൊന്ന് കണ്ടു വെക്കാം. നോമ്പ് തുറക്കാനായി
നമ്മൾ പിന്നെ അവരെല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തന്ന് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഞാൻ അത് ഈ സമയത്ത് പറയാൻ കാരണം ഫാമിലിക്കൊക്കെ വന്നിട്ട് നല്ല പ്രൈവറ്റായിട്ട് വന്ന് ഒരു മജ്ലിസ് രൂപത്തിലുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇങ്ങോട്ട് വരിക, ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാം. നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ദുആ നമ്മൾ പലപ്പോഴും ഇരുന്നിട്ട് നമ്മൾ വേഗം നോമ്പ് തുറന്നു പോകും, മറക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തെ ദുആക്ക് ഭയങ്കര ഇജാബത്താണ് ഉസ്താദ്മാർ പലപ്പോഴായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ നോമ്പ് തുറക്കുമ്പോഴുള്ള തൊട്ട് മുമ്പുള്ള നന്നായിട്ട് ദ്വാരക്കുക, ആദ്യം ദ്വാരക്കുന്നതിന് ഉത്തരമുണ്ടെന്ന്. നമ്മൾ ഇവിടെ വന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് മംഗലാപുരത്ത് പുത്തൂരുള്ള ഉപ്പിനങ്ങാടിക്ക് അടുത്തുള്ള ഇവരെ പേരെ എനിക്കറിയുള്ളൂ, സാബിത്ത് എന്നുള്ള. ബാക്കിയുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് വൈകാതെ പരിചയപ്പെടാം. ചെറിയൊരു പാട്ട് പാടണമെന്ന് ഞാൻ പറയുന്നത്, ചെറിയൊരു പാട്ട് പാടാം. റഹ്മത്തിൽ പൂത്തുലഞ്ഞാടും നല്ല റമളാൻ രാവിൻ വിശേഷം ചൊല്ലാം, റബ്ബോടടുത്ത് ശുക്ർ ചെയ്യാൻ വന്നു റൈഹാൻ സുഗന്ധമുല്ല. ഇവിടെ എത്തിയ മുതൽ ഞങ്ങളെ ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്ത് രണ്ടുപേരാണ് ഇവർ, നൗഷാദ് ഭായ്, ഫൈസൽ ഭായ്. എനിക്കിവിടെ കഴിച്ചതിൽ എൻ്റെതായ ഒപ്പീനിയൻ ആയിട്ടോ ഞാൻ പറയാം. കഴിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് നിങ്ങൾ മട്ടൻ്റെ എന്തോന്ന് കൊണ്ടുവച്ചു, എന്താ മട്ടൻ മത്ഫൂൻ, അതാ കൊണ്ടുവച്ചത് അല്ലേ. അത് എന്താ പറയുക, ഞാൻ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അത്രയും ക്വാളിറ്റി ഉള്ളൊരു സാധനം കഴിച്ചിട്ടില്ല. അപ്പോൾ റിമാലിലേക്ക് വരാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മളെ യാത്ര രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇന്നലെ രാത്രി മഞ്ചേശ്വരത്ത് മജർപ്പള്ള എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ സിറാജ് തങ്ങൾ എന്ന് പറയുന്ന ഭയങ്കര നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മൾ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ഒരാളെ വീട്ടിലാണ് നമ്മൾ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് വന്നതാണ്. എയർപോർട്ടിലേക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മളെ ഡ്രോപ്പ് ചെയ്തത് അവിടെ തന്നെയുള്ള നൗഫൽക്ക എന്ന് പറയുന്ന, എപ്പോഴും നമ്മളെ കൂടെ അവിടെ പരിപാടിക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും പിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അള്ളാഹു അവർക്കൊക്കെ വലിയ സന്തോഷം കൊടുക്കട്ടെ. ഞാൻ അവരുടെ അടുത്ത് പറയാൻ കാരണം, നമ്മളിങ്ങനെ ബ്ലോഗ് കാണുന്ന, നമ്മളെ മദ്ഹ് കേൾക്കുന്ന, നമ്മളോട് വല്ലാതെ ഇഷ്ടമുള്ള ആളുകളാണ് പലരും, ഈ വ്ളോഗ് കാണുന്നവരെല്ലാവരും. അപ്പോൾ അള്ളാഹു അവരുടെയും നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും വലിയ സന്തോഷം തരുമാറാകട്ടെ എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ദ്വാരക്കാണ്. യാത്ര ചെയ്യുന്ന ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവുണ്ട്. അതുകൊണ്ടാണ് പലരും യാത്രക്ക് പോകുമ്പോൾ ദ്വാരക്കണേ എന്ന് പറയാറുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 9:45 ഇനിയും 2 മണിക്കൂർ ഇരുന്നാലാണ് ഡൽഹിയിലെത്തുക. 11:45 ഇൻഷാ അല്ലാഹ് ഡൽഹിയിലെത്തി. പിന്നെ അവിടുന്ന് നമ്മൾ കാശ്മീരിലേക്കുള്ള, ശ്രീനഗറിലേക്കുള്ള ഫ്ലൈറ്റ് വൈകിട്ട് 7:30 അപ്പോഴേക്ക് നമ്മളെ ഇഫ്താറും നിസ്കാരവും കാര്യങ്ങളൊക്കെ നല്ല റാഹത്തിൽ നമുക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി ഡൽഹിയിലെത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. എങ്ങനെ എന്ത് ഒന്നും എനിക്കറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇൻഷാ അല്ലാഹ് തവക്കൽതു അലല്ലാഹ്. പോയി നോക്കാം. ഇങ്ങോട്ടെ നമ്മൾ ഡൽഹിയിൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇങ്ങനെ കുത്തുബ് മിനാറും അതുപോലെ ബഖ്തിയാർ കാക്കി തങ്ങളെ മക്കാമൊക്കെ സിയാറത്ത് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഫുള്ള് നമ്മളെ കൂടെ ഒരു ഓട്ടോയിലുള്ള ഇരിക്കാക്ക, ഇവിടെയുള്ള ഒരു ഭായി ഭയങ്കര പാട്ട്. പക്ഷേ ഒരു പാട്ട് പാടാൻ പറയും, ഒരു പാട്ടും കൂടി. इसका यूट्यूब के लिए एक और नाथ पढ़ो. इधर क्लॉक रूम में सान എടുത്തിട്ട് പാടാം. 2 शेयर्स करता हूं, ठीक है भाईजान. हां, जो नबी का है सच्चा दीवाना, वो जमाने से डर नहीं सकता, वो जमाने से डर नहीं सकता. और हमको कुरान ने बताया है, हमको कुरान ने बताया है, जो वली है वो मर नहीं सकता. മാഷാ അല്ലാ നമ്മളെ
കുത്തുബ് മിനാറിന്ന് ഇറങ്ങിയ പാട് മൂപ്പരോട് നമ്മളെ പള്ളി എവിടെയാന്ന് വെച്ചു നിസ്കരിക്കാൻ വേണ്ടി. മൂപ്പര് പറഞ്ഞ ഇവിടെ ഫാമിലി കൂടെ ഉണ്ടായതുകൊണ്ട് ഇവിടെ ജെൻസിന് മാത്രം നിസ്കരിക്കാനേ സൗകര്യമുള്ളൂ. ഭക്തിയാർക്കാക്കി തങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നല്ല സൗകര്യമുണ്ട്, അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാലോ എന്നും കരുതിയിട്ട് അങ്ങോട്ട് പോയി. മൂപ്പര് നമ്മളെ ഫുള്ള് കാത്തു നിന്ന്. ഇപ്പം നമ്മളിങ്ങനെ കേരളത്തിൽ മധു പാടുന്ന ആളുകളാന്ന് പറഞ്ഞപ്പോൾ ഓറ് നമ്മളെ കൂടെ പാടുകയാണ്. നമ്മൾ ആദ്യം ഒരു പാട്ട് പാടി, ശേഷം ഓരോരു പാട്ട് പാടി. ഇനി നമുക്ക് എയർപോർട്ടിലൊക്കെ പോകുന്നു. ഇൻഷാ മൂപ്പര് ഭയങ്കര കമ്പനി ആയതായാലും. ഞമ്മക്ക് അറിയണ ഏത് പാട്ട് അവർക്ക് അറിയാന്ന് ചോദിച്ചപ്പോൾ ഹംനെ ആഖോ സെ ദേഖ, ആ പാട്ട് അറിയാം. നമുക്ക് ഓരോ കൂടെ പാടി വെക്കാം. ഇൻഷാ പാടിക്കോ. हमने आँखों से देखा नहीं है मगर, हमने आँखों से देखा नहीं है मगर, उनकी तस्वीर सीने में मौजूद है। और जिसने लाकर कलामे इलाही दिया, जिसने लाकर कलामे इलाही दिया, वो मोहम्मद मदीने में मौजूद है. നമ്മൾ പുതിയ ഇറക്കിയ പാട്ട് അറിയാന്ന് വെച്ചോക്കാം. ബൈസബ് ബൈസബ് सबसे ओला वो आला हमारा नबी, सुभान अल्लाह, सबसे आला ओला हमारा नबी. അപ്പോൾ നമ്മൾ ദീർഘയാത്ര കഴിഞ്ഞ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ പാരഡൈസ് ഓഫ് എർത്ത് അല്ലേ, നമ്മളിവിടെ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ ഒരു ബോർഡൊക്കെ ആയിട്ട് നമ്മളെ സ്വീകരിക്കാൻ നമ്മളെ സ്വന്തം മൻസൂർ ഭായിയാണ് നമ്മളെ സ്വീകരിച്ചത്. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാട്ടാ. ഞാൻ ഏതായാലും അൽഹംദുലില്ലാ ഇവരെ കണ്ടതിൽ വളരെ സന്തോഷം. നമുക്ക് ബാക്കി ഇൻഷാ അല്ലാ കാശ്മീരിലെ വ്ലോഗ് കാര്യങ്ങളൊക്കെ നമുക്ക് inshallah I will, you know, that I will so happy that I will meet with you inshallah in future. I want just you know that in future this is the first time bro, it is your first time in Kashmir. first time Inshallah, may God bless you, and I want just your trip will be best. ഇൻഷാല്ലാ ഇൻഷാല്ലാ Both of you, God bless you, all of you. ഇൻഷാല്ലാ. മൂപ്പര് തൊടുമ്പോ ഷോക്ക് അടിക്കുന്നു. Thunder. Shock. Actually, you know that actually you have calcium. Thunder nahi. Current. Okay, let's go then. Okay, let's go. If you are high, if you are, you know that you will take my jacket, bro. No need. We have jacket in our bed. Okay, one inside the front Guys, and three. നമുക്ക് കാശ്മീരിലെ വ്ലോഗ് കാര്യങ്ങൾ നമുക്ക് നാളെ എടുക്കാം. നമ്മളിപ്പോൾ നോമ്പെല്ലാം തുറന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. മൻസൂർ ഭായ് നല്ല Khana on the way, no problem. Every food will be problem. Yes, go. Okay. Sister, come, Adi Chakari, wow.